നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്റെ ഒരാഗ്രഹവും നടക്കാൻ പോകുന്നില്ല. ലാഭം മാത്രം കണക്കൂട്ടി ആകാശത്തോളം ഉയരത്തി നീ കയറിക്കോ. എന്നാ അവിടെ നിന്ന് വീഴുന്ന വീഴ്ചയുടെ ആഘാതം നീ താങ്ങില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കുന്ന നിനക്ക് നല്ലത്. മുത്തശ്ശി എന്താ കണക്കൂട്ടുന്ന? സുധിയുടെ ചികിത്സയ്ക്ക് എന്തായാലും ഒരു 10-30 ലക്ഷം രൂപയെങ്കിലും ആവും. മുത്തശ്ശിയുടെ കയ്യില് പണം എന്തെങ്കിലും ഉണ്ടോ കൊടുത്ത് സഹായിക്കാൻ? എന്നാലും 10-20 ലക്ഷം രൂപ ബാക്കിയുണ്ടാവും. മുത്തശ്ശിയുടെ കയ്യിൽ ഇത്രയും കാശ് എവിടുന്ന്? എന്റെ കയ്യിലുള്ള കാശിന്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നേ. പിന്നെ എവിടുന്ന ഇത്രയും പണം? എടി, ദേവികയുടെ വീട് വിറ്റ് കിട്ടുന്ന പണത്തിന്റെ കണക്കാ ഞാൻ ഈ കൂട്ടിക്കൊണ്ടിരിക്കുന്നേ. ആശുപത്രിയിൽ ചെലവാക്കുന്ന പണം കഴിഞ്ഞ് ബാക്കി തുക എന്ത് ചെയ്യണമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നേ. അതെന്തിനാ മുത്തശ്ശി ആലോചിക്കുന്നേ? അതൊക്കെ ഏട്ടത്തെ തന്നെ ആലോചിച്ച് വേണ്ടത് ചെയ്തോളൂ. ഇത്രയും വലിയ പണത്തിന്റെ കാര്യം അവളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ലക്ഷക്കണക്കിന് രൂപയല്ലേ. ആ വീടിന് എന്തോ ലോൺ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞാലും 10-50 ലക്ഷം രൂപ എന്തായാലും കിട്ടാതിരിക്കില്ല. സുധിയുടെ ആശുപത്രി ചെലവും കഴിഞ്ഞ് ബാക്കി തുക അവളെ കൊണ്ട് ബാങ്കിൽ അടപ്പിച്ച് നമ്മുടെ പുതിയ വീടിന്റെ കടം കുറച്ചങ്ങ് തീർക്കണം. അതൊരു നല്ല ഐഡിയ. എടി, അതിന്റെ ഗുണം നമുക്കാ. നിർത്തിക്കോ.